ജാതി മത ചിന്തകൾക്ക് അതീതമായി നമുക്കെന്ത് കിട്ടും എന്ന് ആഗ്രഹിക്കാതെ മറ്റുള്ളവരെ ഇങ്ങനെ സഹായിക്കാം എന്നാണ് നമ്മുടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമുക്കെന്ത് കിട്ടും എന്ന് ആഗ്രഹിക്കാതെ മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാം. ഇതാണ് നമ്മളുടെ ഉദ്ദേശം. സഹായം എന്ന് പറയുമ്പോൾ നമ്മുടെ കൂട്ടുകാരെ സഹായിക്കേണ്ടി വരും, അയൽവാസിയെ സഹായിക്കേണ്ടി വരും, നമ്മുടെ മതപരമായ ചടങ്ങുകളിൽ സഹകരിക്കുന്നവരെ സഹായിക്കേണ്ടി വരും, നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയിൽ സഹകരിക്കുന്നവരെ സഹായിക്കേണ്ടി വരും, കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്നവരെ സഹായിക്കേണ്ടി വരും, അയൽക്കൂട്ടങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ സഹായിക്കേണ്ടി വരും. എല്ലാ മേഖലയിലുള്ള ആളോടും നമ്മൾ ഒരു മനുഷ്യത്വപരമായ ഒരു സമീപനത്തിനുള്ള ഒരു സഹായം. അതിന് ജാതി മതവും രാഷ്ട്രീയവും ഒന്നും ഒരു വിഷയമേയല്ല. അപ്പോൾ നമുക്കെന്ത് കിട്ടുമെന്ന് ആഗ്രഹിച്ചാൽ നമുക്ക് ആരും സഹായിക്കാൻ പറ്റില്ല. മറിച്ച് മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാം എന്ന ചിന്താഗതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയൂ. അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുന്നതോടൊപ്പം തന്നെ നമുക്കും ആവശ്യമായ സഹായങ്ങൾ വരുമ്പോൾ മറ്റൊരാളുടെ ആവശ്യം കൂടാതെ നമുക്കൊരു കാര്യം നേടാൻ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യം എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. പക്ഷെ ആരും അത് പുറത്ത് പ്രകടിപ്പിക്കില്ല. സാഹചര്യം കൊണ്ടോ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു ചുറ്റുപാടുകൾ മോശമായതുകൊണ്ടോ നമുക്കുള്ള കുറവുകൾ മറ്റൊരാളുടെ പറയാറുണ്ട്. എല്ലാം കടിച്ച് പിടിച്ച് മുന്നോട്ട് പോകുന്നത് സാഹചര്യമാണ് മുഖ്യ മേഖലകൾക്കുള്ളത്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പരസ്പരം സഹായികളായി മാറുക. പരസ്പരം സഹായികളായി മാറുമ്പോൾ ഉള്ളവർ ഇല്ലാത്തവർക്ക് കൊടുക്കുകയും ഇല്ലാത്തവർ ഉള്ളവരോടൊപ്പം ചേർന്നതുകൊണ്ട് കൂട്ടായി പരിശ്രമിക്കുമ്പോൾ കൂട്ടായിട്ട് അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ സഹാനുഭൂതിയോടുകൂടി കൈപ്പറ്റുക. ഇതൊക്കെ എങ്ങനെയാണ് ഈ പ്രവർത്തനത്തിൻ്റെ നമ്മുടെ കാരുണ്യയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരുപക്ഷെ നിങ്ങൾ രാഷ്ട്രീയമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കൂട്ടായ്മയിൽ നിൽക്കാൻ പറ്റില്ല. ജാതിയും മതവുമായി ചിന്തിച്ചാലും നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിൽക്കാൻ പറ്റില്ല. കാരണം നമ്മളെല്ലാം വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലും വ്യത്യസ്ത മതങ്ങളിലും വ്യത്യസ്ത ജാതികളിലുമുള്ളവരാണ്. നമുക്കറിയാം, ജാതിയോടും മതത്തോടും പോലും ചേരാത്ത ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളാണ് നിലവിലുള്ളത്. സ്വന്തം ജാതിയിൽപ്പെട്ടവരെ തന്നെ ആദ്യം അടിച്ചു താഴ്ത്താൻ പറ്റുമോ എന്ന് നോക്കുന്ന സമയം, സ്വന്തം മതത്തിൽപ്പെട്ടവരെ തന്നെ ആദ്യം ഇല്ലായ്മ ചെയ്യുവാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്ന സമയം, സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിലുള്ള നേതാവിനെയും പ്രവർത്തകരെയും എങ്ങനെ അതിൽ നിന്ന് പുറത്താക്കാൻ പറ്റും എന്നുള്ള ആഗ്രഹിച്ചു പോകുന്ന സാമൂഹിക സാഹചര്യമാണ്. ഈ സാഹചര്യങ്ങളിൽ നിന്നും എല്ലാം വ്യത്യസ്തമായിട്ടാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ വരുന്നത്. രാഷ്ട്രീയമായി ചിന്തിക്കുന്നവർ, രാഷ്ട്രീയമായും മതപരമായും സംഘടനാപരമായും ചിന്തിക്കുന്നവർ അവരുടേതായ മൗലികമായ അവകാശങ്ങളിൽ നിന്നുകൊണ്ട് അവർ നിൽക്കുന്ന മേഖലയിൽ സജീവമായി ശക്തമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കണം. അതോടൊപ്പം ഒരു 10% മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യത്വപരമായ രീതിയിൽ പ്രവർത്തിക്കാൻ മാറ്റിവെക്കണം എന്നാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. 10% നമ്മൾ മാറ്റിവെച്ചു കഴിഞ്ഞാൽ ചന്ദനക്കുറിയിട്ട ഹൈന്ദവനും നിസ്കാരത്തഴമ്പുള്ള മുസൽമാനും കുരിശ് വരയ്ക്കുന്ന ക്രിസ്ത്യാനും എല്ലാവരും കൂടി ഏകോദര സഹോദരങ്ങളെപ്പോലെ പോകുമ്പോൾ പരസ്പരം സഹായിക്കുന്നതിൻ്റെ ഒരു എനർജി ഉള്ളവർ ഇല്ലാത്തവർക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. നമ്മളെപ്പോഴും മറ്റൊരാളെ ആശ്രയിക്കണം എന്നുള്ള ആഗ്രഹം നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിയുക. നമ്മൾ മറ്റുള്ളവരിൽ നിന്നും സഹായങ്ങൾ മാത്രം പറ്റാൻ കരുതിയുള്ളവരാണ്. അവരുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന ചിന്താഗതിയൊക്കെ നമ്മൾ മാറ്റിക്കൊണ്ട് നമുക്കും മറ്റൊരാളിനെ എങ്ങനെ സഹായിക്കാം, നമ്മൾക്കും മറ്റൊരാളിനെ സഹായിക്കണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം നമ്മുടെ മനസ്സിലുണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്കൊരു ഭക്ഷണം കഴിച്ചില്ല എന്നുള്ളൊരു തോന്നൽ വരില്ല. വസ്ത്രം നമുക്ക് വർഷം 3, 4, 5